So, welcome to Teachers Academy's OET Speaking Live. I'm Indu Ablash. Okay, so thank you so much. So today again ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. So let me just start that. But before that, let me wait for few students to join. So I'm just waiting for students to join over here. സോ അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ടോപ്പിക് എന്ന് പറയുന്നത് OET സ്പീക്കിംഗ് സിനാരിയോ അപ്രോച്ച്. ഓക്കെ, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ഡിഫറെൻറ്റ് രീതിയിൽ നമ്മുടെ സ്പീക്കിംഗ് സിനാരിയോ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഓക്കെ, സോ യു ഓൾ നോ ദറ്റ് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഈസിയസ്റ്റ് മോഡ്യൂൾ. The only thing is that the practice you give on a daily basis. So that is going to give you the confidence and preparation idea. So how to prepare and how to make yourself confident to speak. ഇതൊക്കെ കിട്ടുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. സോ വിത്തൗട്ട് എനി ഡിലേ സ്റ്റാർട്ട് പ്രിപ്പയറിങ്. ഓക്കെ, സോ യെസ്, OET സ്പീക്കിംഗ് സിനാരിയോ അപ്രോച്ചാണ്. സോ ഐ എം ഇന്ദു അബ്ലാഷ് വിത്ത് യു ഹോസ്റ്റിംഗ് ദിസ് സെഷൻ ഫോർ യു. ലൈവ് സെഷനാണ്. ഓക്കെ, സോ നിങ്ങളുടെ സപ്പോർട്ടും പാർട്ടിസിപ്പേഷൻ കമൻറ്റ്സ് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി മോട്ടിവേറ്റിംഗ് മീ ടു ഹോസ്റ്റ് ദിസ് സെഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷനും നിങ്ങൾ തരുന്ന ഒരു കമൻറ്റും ക്ലാരിഫിക്കേഷൻ ഡൗട്ട് എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈവിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഐ എം ഒബ്ലിക് ടു ഗിവ് യു ദ റിപ്ലൈ ഫോർ ദാറ്റ്. ഓക്കെ, യാ, സോ വി വിൽ സ്റ്റാർട്ട് ദ സെഷൻ. Okay, ways to approach scenarios in OET speaking. So I'll be giving you certain scenarios over here. ഇവിടെ കുറച്ച് സിനാരിയോസ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഹൗ ടു അപ്രോച്ച് ദിസ്. ഓക്കെ, എന്ത് രീതിയിലുള്ള അപ്രോച്ചാണ് ആ ഒരു സിനാരിയോയ്ക്ക് നമ്മൾ തരേണ്ടത്, വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് വി നീഡ് ടു ഗിവ് ഫോർ ദറ്റ് പർട്ടിക്കുലർ സിനാരിയോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കിയാൽ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ എ ബെറ്റർ വേ, ഐ ഗെസ്. So yes, we'll start. The first scenario which I have brought over here is that giving instructions for medication. So normally what happens is that after the patient has been admitted for any surgery, okay, or hip replacement surgery or knee surgery, idakka kazhinjittu when the nurse is actually going and meeting the patient, she probably discuss regarding the discharge plan, which includes a medication also, alle. അങ്ങനത്തെ ഒരു സിനാരിയോയിൽ നമ്മൾ പോയി മെഡിക്കേഷൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനായിട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് വൺ സെറ്റ് സിനാരിയോ വിച്ച് ഐ എം ടെല്ലിങ് യു. ഈ ഒരു മെഡിക്കേഷൻ എന്ന് പറഞ്ഞത് ഒരു അഡ്മിഷൻ കേസായിട്ട് തന്നെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഞാൻ പറയുന്ന ഒരു സിനാരിയോ എടുത്താൽ പേഷ്യൻ്റ് ഡിസ്ചാർജ് പ്രോസസ്സിൻ്റെ കൂടെ തന്നെ ഒരു മെഡിക്കേഷൻ്റെ ഒരു ഇൻസ്ട്രക്ഷനും കൂടി കൊടുക്കുന്നതിൻ്റെ ഒരു സിനാരിയോ ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ എന്ത് അപ്രോച്ചാണ് നേഴ്സ് കാണിക്കേണ്ടത്? സോ അപ്രോച്ച് മീൻസ് വാട്ട് ഇസ് എ അപ്രോച്ച് ഫ്രം ദ നേഴ്സസ് സൈഡ് ടു ബി ഷോൺ ടു ദ പേഷ്യൻറ്റ്. ഓക്കെ, ഇതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ലെറ്റ്സ് സീ ദ അപ്രോച്ച്. യൂസ് ക്ലിയർ ആൻഡ് സിമ്പിൾ ലാംഗ്വേജ്. So we always say about the vocabulary. So whatever vocabulary you use, but it has to be appropriate for the scenario. It has to be related to the scenario. Okay, and then ask open-ended questions. So open-ended questions, close-ended question, രണ്ട് കാര്യമുണ്ട്. ഓപ്പൺ-എൻഡഡ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ-എൻഡ് വെച്ചാൽ which requires explanation. Okay, which requires explanation. Okay, close ended എന്ന് പറഞ്ഞാൽ yes or no. That is when you ask a question to the patient either responded it like yes or no. അതാണ് ക്ലോസ് എൻഡഡ്. ഓപ്പൺ എൻഡഡ് എന്ന് വെച്ചാൽ ഒരു എക്സ്പ്ലനേഷൻ കിട്ടാനായിട്ട് പേഷ്യൻറ്റിനോട് നേഴ്സ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. സോ why do you have to ask open ended question? Because you need a clarification or you need a explanation from the patient. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ചോദിക്കുന്നത്. ടു എൻഷുർ അണ്ടർസ്റ്റാൻഡിങ്, പേഷ്യൻറ്റ് മനസ്സിലായിട്ടുണ്ടോ, പേഷ്യൻ്റ് എന്താണ് മനസ്സിലായത് എന്ന് ചോദിക്കാനാണ്. പ്രൊവൈഡ് റിട്ടൺ ഇൻസ്ട്രക്ഷൻ if possible. So prescription, okay, അങ്ങനെ കൊടുക്കുവാണെങ്കിൽ the patient will not forget it, because whatever you say, if there is more medication, it would be difficult for the patient to remember it at a stretch in his mind. So prescription അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഒരു എക്സാമ്പിളിലൂടെ ഇപ്പം നമുക്ക് ഇവിടെ വായിച്ച് നോക്കാം. Mrs. Smith, to ensure the effectiveness of this medication, it's important to take it with good food. Okay, could you please tell me what time of day works best for you to take it? So first thing is that this medication is okay to be taken in any interval, but we are asking the comfortability of the patient. At what time are you comfortable to take this medication? Okay, so how are you asking this? Mrs. Smith, to ensure the effectiveness of this medication. Okay,
it is important to take it with food. So we are instructing the patient to have this particular medication with food, and we are also asking the patient what is a particular time the patient is preferring to take this tablet with food. So that is what we could understand from this particular scenario. മനസ്സിലായെന്ന് തോന്നുന്നു. സോ നമ്മളത് ചോദിക്കുന്ന രീതി നോക്കിക്കേ. കുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ഓഫ് ഡേ, ഓക്കെ, ദിവസത്തിൽ ഏത് ടൈമിലാണ് താങ്കൾക്ക് അത് എടുക്കാനായിട്ട് ബെസ്റ്റായിട്ട്, അതായത് ബെസ്റ്റ് ടൈം ഇതാണ് എന്ന് പേഷ്യൻ്റ് വിചാരിക്കുന്ന ഒരു ടൈമോ പ്രിഫർ ചെയ്യുന്ന ഒരു ടൈമോ പറയുക. അത് പേഷ്യനോട് തന്നെയാണ് നഴ്സ് ചോദിക്കുന്നത്. Okay, so this is where you are expecting a reply from the patient. It is not yes or no question. Actually, the patient is going to tell you that preferable time or the time like duration means time ആണ് ഉദ്ദേശിക്കുന്നത്. ഏത് ടൈമിലാണ് പേഷ്യൻ്റ് എടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് എന്നുള്ളതാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബബ്ലി യു ക്യാൻ ഓൾസോ എക്സ്പെക്ട് ആൻ ആൻസർ ഫ്രം ദ പേഷ്യൻറ്റ്. എന്തുകൊണ്ടാണ് ഈ ഒരു ടൈം എന്നും പേഷ്യൻറ്റ് പറയുമായിരിക്കും. സോ ഈ ഒരു എക്സ്പ്ലനേഷൻ അറിയാനായിട്ട് ചോദിക്കുന്ന ചോദ്യത്തിനാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, സോ ദിസ് ഈസ് വൺ വേ ഓഫ് അപ്രോച്ചിങ് എ സിനാരിയോ. ഇവിടെ ഈ ഒരു സിനാരിയോ എന്ന് പറയുന്നത് പ്രൊവൈഡിങ് മെഡിക്കേഷൻ, അതായത് എങ്ങനെയാണ് പേഷ്യൻറ്റിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ടു എൻഷുർ അണ്ടർസ്റ്റാൻഡിങ്, ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ടു എൻഷുർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ഫോർ മെഡിക്കേഷൻ. സോ യു ആർ ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ഫോർ മെഡിക്കേഷൻ. നൗ വാട്ട് വി ഹാവ് ടു ഡു, വി ഹാവ് ടു ആസ്ക് സം ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈം ഈസ് പ്രിഫറബിൾ ഫോർ ദ പേഷ്യൻ, ഓർ ഈസ് ദർ എനി ഇൻകൺവീനിയൻസ് ഫോർ ദ പേഷ്യൻ ടു ടേക്ക് ദ മെഡിക്കേഷൻ, ആൻഡ് ഓൾസോ വി ആർ ഗോയിങ് ടു ഗിവ് ഹിം എ പ്രിസ്ക്രിപ്ഷൻ വിച്ച് ഇൻക്ലൂഡ്സ് ഓൾ ദ മെഡിക്കേഷൻ സോ ദറ്റ് ഹി വിൽ നോട്ട് ഫർഗെറ്റ് എനിത്തിങ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉറപ്പ് വരുത്തുന്നത്. അപ്പോൾ നമ്മൾ അതിനാണ് ആദ്യം ചോദിക്കാൻ തുടങ്ങുന്നത്, വിച്ച് ടൈം ഓഫ് ദ ഡേ വുഡ് ബെസ്റ്റ്, ഓക്കെ, വർക്ക്സ് ബെസ്റ്റ് ഫോർ യു ടു ടേക്ക് ഇറ്റ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. Okay, let me just move on to the next scenario. Explaining a diagnosis. Actually, the patient has come with some problem. So, we have diagnosed with a condition. So, നമ്മൾ ആ ഒരു ഡയഗ്നോസിനെ പേഷ്യൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സോ നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്ന നേഴ്സാണ് പേഷ്യൻറ്റിനോട് ഡയഗ്നോസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് അപ്രോച്ച് റിക്വയർഡ് ഓവർ ഹിയർ? ഓഫർ എംപത്തറ്റിക് സപ്പോർട്ട്. സോ വാട്ട് എവർ ഡയഗ്നോസ് is been received. So, how are you going to explain it to the patient? So, you have to have an empathetic approach, okay, and use layman's term എന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് മനസ്സിലാവുന്ന ടേംസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എക്സ്പ്ലെയിൻ ദ ഡയഗ്നോസിസ്. ഫോർ എക്സാമ്പിൾ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നുള്ള ഒരു കാര്യം എക്സാമ്പിൾ എന്നാണ് പറയുന്നത്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നുള്ള ഒരു കണ്ടീഷനെ പേഷ്യൻറ്റിനോട് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം താങ്കൾക്കുണ്ട് എന്ന് പറയുമ്പോൾ IBS, okay, for example, you have been diagnosed with IBS എന്ന് പറയുമ്പോൾ patient might not know what is IBS, but for me it is common. ഞാൻ എപ്പോഴും ഇത് IBS പല പേഷ്യൻറ്റിനും ഡയഗ്നോസ് ചെയ്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് for me it is very common IBS എന്ന് പറഞ്ഞാൽ, but it doesn't mean that the patient has to understand it. പേഷ്യൻറ്റും അതുപോലെ IBS എന്ന് പറയുന്നത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പേഷ്യൻ്റ് അറിയണമെന്നില്ല. So please understand, it might be common for the nurses but not for the patient എന്ന് മനസ്സിലാക്കി ഈ ക്ലിനിക്കൽ ജാർഗനെ, മെഡിക്കൽ ജാർഗൻ എന്ന് പറയുന്ന ഈ ടേംസിനെ വളരെ ക്ലിയർ ആയിട്ടും എക്സ്പാൻഡ് ചെയ്ത് പറയുവാണെങ്കിൽ, എക്സ്പ്ലെയിൻ ചെയ്ത് പറയുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ for the patient's understanding. Appo, for use layman's term to explain the diagnosis and treatment plan, and encourage questions, and also ask the patient, is there any concern or do you have any doubts regarding this? Would you like to ask any questions or do you have any questions എന്ന് ചോദിച്ച് ഉറപ്പ് വരുത്താം പേഷ്യൻറ്റിന് ഇത് ക്ലിയർ ആയോ, ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കാനുണ്ടോ എന്ന്. So let's see the example. I understand this news may be overwhelming, but let's discuss your treatment options moving forward. We will take this one step at a time. Do you have any questions about the diagnosis or what to expect? ഈ ഒരു ഡയഗ്നോസ് ചെയ്തു, ഇത് ഈ ഒരു കണ്ടീഷൻ കണ്ടെത്തി എന്ന് പറയുമ്പോൾ പ്രോബബ്ലി ബൈ ദിസ് ടൈം യു വിൽ നോ ദ പേഷ്യൻറ്റ്സ് നെയിം. ഓക്കെ, പേഷ്യൻസിൻ്റെ നെയിം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അലോങ് വിത്ത് ദ പേഷ്യൻസ് നെയിം യു ക്യാൻ സ്റ്റാർട്ട് ആസ്കിങ് ദിസ് പർട്ടിക്കുലർ ഈ ഒരു സെൻറ്റൻസ് കോൺവെർസേഷൻ നമുക്ക് തുടങ്ങാം. എങ്ങനെ, മിസ്റ്റർ സ്റ്റീഫൻ, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ന്യൂസ് മേ ബി ഓവർവെൽമിങ് എന്ന് വെച്ചാൽ എക്സ്ട്രീംലി ഒരു എമോഷണൽ ആയിരിക്കുമെന്ന് എനിക്കറിയാം, അത് അക്നോളജ് ചെയ്യുവാണ് ആദ്യം. ഓക്കെ, ബട്ട് ലെറ്റ്സ് ഡിസ്കസ് യുവർ ട്രീറ്റ്മെൻറ്റ്, അതായത് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് മുന്നോട്ട് പോകുമ്പോൾ, അതായത് ഇതിനെ തുടർന്ന് മുന്നോട്ട് സംസാരിക്കുമ്പോൾ ലെറ്റ് സ്പീക്ക് അബൌട്ട് ദ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്. വി വിൽ ടേക്ക് ദിസ് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. ആദ്യം ട്രീറ്റ്മെൻറ്റ്, പിന്നെ വേറെ എന്തൊക്കെ പോസിബിൾ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഫോളോ അപ്പ് എപ്പോഴാണ്, അപ്പോയിൻമെൻറ്റ് എങ്ങനെ എടുക്കണം എന്നുള്ള പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ വാട്ട് യു ആർ ടെലിംഗ് ടു ദ പേഷ്യൻറ്റ് ഇസ് ദാറ്റ് വി വിൽ ടേക്ക് ദിസ് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം.
Okay, so we are not going to give you all the information or not going to load you with lots of information. So one step at a time ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഉറപ്പ് വരുത്താം താങ്കൾ അതിലൊക്കെ ഓക്കെയാണ്, മനസ്സിലാകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ അബൌട്ട് ദ ഡയഗ്നോസ്? ഇപ്പോൾ ഡയഗ്നോസ് എന്താണെന്ന് പറഞ്ഞു, അതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തു, മെഡിക്കേഷൻ്റെ കാര്യം ട്രീറ്റ്മെൻറ്റ് കാര്യമൊക്കെ പറയുന്നുണ്ട്. സോ ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ അബൌട്ട് ദ ഡയഗ്നോസിസ് ഓർ വാട്ട് ടു എക്സ്പെക്റ്റ്? അതായത് ഈ ഒരു ഡയഗ്നോസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെ സൈഡ് എഫക്ട്സ് വരും, എന്തൊക്കെ മെഡിക്കേഷനുള്ള പ്രശ്നങ്ങൾ വരും എന്നുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ താങ്കൾക്കുണ്ടോ എന്ന് ചോദിക്കുന്നതിനെയാണ് വാട്ട് ടു എക്സ്പെക്റ്റ് എന്ന് നമ്മൾ അവിടെ ചോദിക്കുന്നത്. ക്ലിയർ ആയോ? ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ഒരു ഡയഗ്നോസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിനെ ഒന്ന് പേഷ്യൻറ്റിനോട് സംസാരിക്കാം. Okay, how you can approach? So you can approach with an empathetic support along with the patient's name. നമ്മൾ ആ സമയത്തിനുള്ളിൽ കോൺവെർസേഷൻ തുടങ്ങുമ്പോൾ, റോൾ പ്ലേ തുടങ്ങുമ്പോൾ തന്നെ പേഷ്യൻ്റെ പേര് ചോദിച്ച് മനസ്സിലാക്കി കാണും. ആ സമയത്ത് നമുക്ക് മിസ്റ്റർ സ്റ്റീഫൻ, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ന്യൂസ് മേ ബി ഓവർവെൽമിങ് ബട്ട് ലെറ്റ്സ് ഡിസ്കസ് യുവർ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് മൂവിങ് ഫോർവേഡ്. സോ ഇവിടെ ടാസ്കിൽ ഉണ്ടാവും കേട്ടോ, ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ പറയുന്നതിന് മുൻപ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണെന്നുള്ള ഒരു മുൻകരുതലാണ് അവിടെ കൊടുക്കുന്നത്. ആൻഡ് വി വിൽ ടേക്ക് ദിസ് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. റീഅഷുറൻസ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് ഈ ഡയഗ്നോസ് എക്സ്പ്ലനേഷൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ടാസ്കിൽ പറഞ്ഞിരിക്കുന്ന ഡയഗ്നോസ് എന്താണ്, കണ്ടീഷൻ എന്താണ്, ആൻഡ് ആൻ എക്സ്പ്ലനേഷൻ ഫോർ ദറ്റ് വി വുഡ് ഹാവ് ഗിവൻ. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചോദിക്കാം? ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ഡയഗ്നോസിസ് ഓർ വാട്ട് ടു എക്സ്പെക്ട്? ഓക്കെ, സോ ദിസ് ഈസ് ദ വേ യു ഹാവ് ടു അപ്രോച്ച് ഫോർ എ സിനാരിയോ, എസ്പെഷ്യലി ഫോർ എക്സ്പ്ലെയിനിങ് എ ഡയഗ്നോസിസ്. ഓക്കെ. So let me just move on to the next scenario. Addressing concerns or anxiety. So when you receive a task, especially it has been mentioned that the patient is anxious, the patient has a concern എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്ലീസ് അഡ്രസ് ദറ്റ് എന്ന് പെർട്ടിക്കുലർലി ടാസ്കിൽ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് അഡ്രസ് ദ കൺസേൺ ഓഫ് ദ പേഷ്യൻറ്റ് ഓർ പേഷ്യൻറ്റ് ഇസ് സ്ലൈറ്റ് ആൻഷ്യസ്, സോ പ്ലീസ് ഹാൻഡിൽ ദ പേഷ്യൻറ്റ് ടാക്ട്ഫുള്ളി എന്ന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് അപ്രോച്ച് യു ആർ റിക്വയർഡ് ടു ഷോ ഇറ്റ് ടുവേർഡ്സ് എ പേഷ്യൻറ്റ് എന്ന് നോക്കാം. ഷോ എംപത്തി ആൻഡ് ആക്റ്റീവ് ലിസണിങ്. സോ ഇവിടെ പ്രത്യേകിച്ച് പേഷ്യൻ്റെ കൺസേൺ എന്താണെന്നുള്ളത് ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക. വൺസ് ആഫ്റ്റർ ദ പേഷ്യൻറ്റ് ഹാസ് അഡ്രസ്ഡ് ഹിസ് കൺസേൺ ഓർ ഹെർ കൺസേൺ, അഗെയിൻ ഡോണ്ട് ഗോ ആൻഡ് ആസ്ക് ലൈക്ക് വാട്ട് ഈസ് എ കൺസേൺ, മേ നോ ദ പ്രോബ്ലം, ഔ കുഡ് യു പ്ലീസ് ടെൽ മീ എക്സാക്ട്ലി വാട്ട് ഹാസ് ഹാപ്പൻ. ഓൾറെഡി പേഷ്യൻറ്റ് പറഞ്ഞു, വീണ്ടും നമ്മൾ എന്താണ് സംഭവിച്ചതെന്ന് വീണ്ടും ചോദിക്കേണ്ട കാര്യമല്ല. അപ്പോൾ പേഷ്യൻറ്റ് പറയുമ്പോൾ തന്നെ അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്നും കൂടി പാരഫ്രൈസ് ചെയ്യാം. സോ ലെറ്റ് മീ ജസ്റ്റ് കൺഫേം ദറ്റ് ദീസ് ആർ ദ പ്രോബ്ലംസ് യു ആർ ഫേസിങ്. Okay, so let me confirm. Am I right? Am I understanding it right, Mr. Stephen or Mr. John? ഇപ്പോൾ പേഷ്യൻ്റെ പേര് ജോൺ ആണെങ്കിൽ am I understanding it in the right way, Mr. John? നമുക്ക് പേഷ്യൻ്റ് പറഞ്ഞത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ഇത് കറക്റ്റാണോ എന്ന് പാരഫ്രൈസ് ചെയ്തോ സമ്മറൈസ് ചെയ്ത് ചോദിക്കുന്നതിൽ തെറ്റില്ല. പിന്നെന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് റിയഷുറൻസ് ആൻഡ് അഡ്രസ് കൺസേൺസ് ഡയറക്ട്ലി. പ്രൊവൈഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ പേഷ്യൻറ്റ് പറയുന്ന ഒരു കൺസേൺ നമ്മൾ റിയഷുറൻസ്, ട്രൈ നോട്ട് ടു വറി, വി ആർ ഹിയർ, വി ആർ വെൽ എക്സ്പീരിയൻസ് ഡോക്ടർ ആൻഡ് സ്റ്റാഫ് ഹു കുഡ് ഗിവ് യു ദ പ്രോപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ യു. ഇതൊക്കെ നമ്മൾ റിയഷുറൻസ് ആയിട്ട് അവിടെ പറയാം ബേസ്ഡ് ഓൺ ദ സിനാരിയോ വാട്ട് പേഷ്യൻറ്റ് ഇസ് ആസ്കിങ് ഫോർ. ആൻഡ് അഡ്രസ് ദ കൺസേൺ ഡയറക്ട്ലി. ഓഫർ കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഓർ റിലാക്സേഷൻ ടെക്നിക്സ്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യാൻ പോകുന്നത്, അതുപോലെ തന്നെ റിലാക്സേഷൻ ടെക്നിക്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പേഷ്യൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാനോ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഈ ആൻസൈറ്റി കുറയ്ക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ടെക്നിക്സും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് പറയാം. കൗൺസിലിംഗ് സെഷൻ ഉണ്ട്, അല്ലെങ്കിൽ തെറപ്പി സെഷൻസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് അവിടെ പറയാം. ഇത് ടാസ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ടാവും, പേടിക്കേണ്ട. ഇതിങ്ങനെ റിലാക്സേഷൻ ടെക്നിക്സ് എന്ന് വെച്ചാൽ എന്താണ് എനിക്ക് പെട്ടെന്ന് അറിയത്തില്ല, ഇങ്ങനെ ഒന്ന് കൊടുത്താൽ ഞാൻ എന്താണ് പറയേണ്ടത്, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഈ ടാസ്കിൽ റിലാക്സേഷൻ ടെക്നിക്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻ ദ ബ്രാക്കറ്റ് ഇൻ ദ കീവേഡ്സ് ദേ വുഡ് ഹാവ് ഗിവൻ വാട്ട് ആർ ദോസ്, സോ യു ക്യാൻ ജസ്റ്റ് better explain it to the patient. Okay, so now this particular scenario is for addressing the concerns or anxiety for the patient. അപ്പോൾ എങ്ങനെ പറയാം? എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഇവിടെ പേഷ്യൻ്റെ പേര് മിസ്റ്റർ ജോൺ ഞാൻ പറഞ്ഞു. ഇത് നമ്മൾ സിനാരിയോയിൽ നമ്മൾ കേസിനനുസരിച്ച് പേഷ്യൻറ്റിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞിട്ട്, സോ ദാറ്റ് ഈസ് ഹൗ യു വിൽ അഡ്രസ് ദ പേഷ്യൻസ് നെയിം അലോങ് വിത്ത് ദ സിനാരിയോ ടാസ്ക്. ഇവിടെ ഈ ടാസ്ക് നോക്കിക്കുക. മിസ്റ്റർ ജോൺ, ഐ കൻ സീ യു ആർ ഫീലിംഗ് ആൻഷ്യസ് അബൌട്ട് ദ പ്രൊസീജിയർ. ഇറ്റ്സ് നാച്ചുറൽ ടു ഫീൽ ദാറ്റ് വേ. ഇപ്പോൾ ഒരു പ്രൊസീജിയറിൻ്റെ ഒരു ആൻസൈറ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പേഷ്യൻറ്റിന് ആൻസൈറ്റി ഉണ്ട്, കൺസേൺസ് ഉണ്ട്, അത് നമ്മൾ അഡ്രസ്സ് ചെയ്യുവാണ്. സോ ഇവിടെ എന്തുകൊണ്ട് പേഷ്യൻ്റ് ആൻഷ്യസ് ആയി, എന്തുകൊണ്ട് പേഷ്യൻ്റ് ഒരു കൺസേൺ ഉണ്ട്, ഇത് പേഷ്യൻ്റ് ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോസസ്സിൽ തുടങ്ങാൻ പോകുന്നത് കൊണ്ടുള്ള ഒരു ആൻസൈറ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയാം? മിസ്റ്റർ ജോൺ, ഐ കൻ സീ യു ആർ ഫീലിംഗ് ആൻഷ്യസ് അബൌട്ട് ദ പ്രൊസീജിയർ. ഇറ്റ് ഈസ് നാച്ചുറൽ ടു ഫീൽ ദാറ്റ് വേ, ബട്ട് ഐ എം ഹിയർ ടു സപ്പോർട്ട് യു എവറി സ്റ്റെപ്പ് ഓഫ് ദ വേ. Would you like me to explain the procedure in more detail,
or is there anything specific you're worried about? മനസ്സിലാവുന്നുണ്ടോ? എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി. സോ ഇതൊക്കെ നമുക്ക് പറയുവാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് എ വെരി എന്താ പറയണ്ടത്, ഇറ്റ്സ് വെരി കംഫർട്ടബിൾ പ്രൊസീജിയർ ഫോർ ദ പേഷ്യൻറ്റ്. ആൻഡ് എസ്പെഷ്യലി ഫോർ ദ പേഷ്യൻറ്റ് ഹു ഇസ് ഡൂയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം, ദേ മൈറ്റ് നോട്ട് ബി ഫീലിംഗ് ഇറ്റ് റിയലി എക്സൈറ്റഡ് ടു ഡു ദറ്റ് പ്രൊസീജിയർ അല്ലേ. അപ്പോൾ അങ്ങനെ ഇനിയും അതൊക്കെ ചെയ്യുമ്പോൾ സോ വാട്ട് വി ക്യാൻ ഡു, സോ ഒബ്വിയസ്ലി ആ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ നെർവസ്നെസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് തന്നെയാണ്. പെർട്ടിക്കുലർലി ഇൻ ദ ടാസ്ക് ഇഫ് ദേ ഹാവ് ഗിവൻ ദറ്റ് ദ പേഷ്യൻറ്റ് ഇസ് റിയലി കൺസേൺഡ് അബൌട്ട് ദ പ്രൊസീജിയർ ഓർ നോട്ട് willing to do the procedure, or this is the first time patient is experiencing this kind of anxiety or nervousness എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത് നല്ലതാണ്. എന്ത് രീതിയിലുള്ള അപ്രോച്ചാണ്? എംപത്തി അപ്രോച്ചാണ് വേണ്ടത്. ആക്റ്റീവ് ലിസണിങ് വേണം. എന്താണ് പേഷ്യൻ്റ് ഉദ്ദേശിക്കുന്നത്, പേഷ്യൻറ്റിൻ്റെ കൺസേൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അഡ്രസ്സ് ചെയ്യാനായിട്ട്. സോ ഇവിടെ നമുക്ക് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് റിലാക്സേഷൻ ടെക്നിക്സ് എന്നുള്ളത് ടാസ്കിൽ കൊടുത്തിട്ടുണ്ടാവും. സോ അക്കോർഡിംഗ്ലി യു ക്യാൻ സ്റ്റാർട്ട് ഇറ്റ്. സോ ഇവിടെ എന്താണ്, ഐ ക്യാൻ സീ യു ആർ ഫീലിംഗ് ആൻഷ്യസ് അബൌട്ട് ദ പ്രൊസീജിയർ. It's natural to feel that way. That is, it is uncommon. It is not uncommon or it is not unusual എന്ന് പറയാം. നോട്ട് അൺയൂഷ്വൽ എന്ന് പറയുന്നത് എന്താണ്? യൂഷ്വൽ എന്നുള്ളതിനെയാണ് നോട്ട് അൺയൂഷ്വൽ എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അതുപോലെ ഇറ്റ് ഇസ് നോട്ട് അൺകോമൺ എന്ന് പറയുന്നത് കോമൺ എന്നുള്ളതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് നോട്ട് അൺകോമൺ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇറ്റ് ഇസ് നാച്ചുറൽ ടു ഫീൽ ദാറ്റ് വേ, ബട്ട് ഐ ഹിയർ ടു സപ്പോർട്ട് യു എവറി സ്റ്റെപ്പ് ഓഫ് ദ വേ. Would you like me to explain the procedure in more detail, or is there anything specific you're worried about? So ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. ഹായ് നീതു, ഹായ് ടിൻറ്റു, താങ്ക് യു ഫോർ ജോയിനിങ്. ഗുഡ് ഈവനിങ്. So yes, let me just move on to the next task. Educating on lifestyle changes. For example, patient is a chronic alcoholic അല്ലെങ്കിൽ chronic smoker ആണെങ്കിൽ definitely he has to bring some changes in his health lifestyle. So ഇവിടെ നോക്കിക്കേ, tailor advice to the patient's individual needs and preferences. Offer practical tips and resources for making lifestyle changes. സോ ഇവിടെ നമ്മൾ ഒരു അഡ്വൈസ് കൊടുക്കാനായിട്ട്, ഓക്കെ, പ്രൊവൈഡിങ് അഡ്വൈസ് ടു ദ പേഷ്യൻസ് ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് പ്രിഫറൻസസ്, ഓഫർ പ്രാക്ടിക്കൽ ടിപ്സ് ആൻഡ് റിസോഴ്സസ് ഫോർ മേക്കിംഗ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സിനാരിയോ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. മിസ്റ്റർ പട്ടേൽ, managing your diabetes will involve making some adjustment to your diet and exercise routine. ഇവിടെ നമ്മൾ ക്രോണിക് ആൽക്കഹോളിക് ആണെങ്കിലോ ക്രോണിക് സ്മോക്കറിനെ ആണല്ലോ നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ പേഷ്യൻറ്റ് ഈസ് എ ഡയബറ്റീസ് പേഷ്യൻറ്റ്, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഒരു അപ്രോച്ച്, അതായത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. മിസ്റ്റർ പട്ടേൽ, മാനേജിങ് യുവർ ഡയബറ്റീസ് വിൽ ഇൻവോൾവ് മേക്കിംഗ് സം അഡ്ജസ്റ്റ്മെൻറ്റ് ടു യുവർ ഡയറ്റ് ആൻഡ് എക്സസൈസ് റൂട്ടീൻ. കണ്ടോ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. അതെവിടെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരുന്നത്? നിങ്ങളുടെ ഡയറ്റിലോ അല്ലെങ്കിൽ എക്സസൈസ് റൂട്ടീനിലായിരിക്കും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് ഡിസ്കസ് സം സിമ്പിൾ ചേഞ്ചസ് യു ക്യാൻ സ്റ്റാർട്ട് ഇൻകോപ്പറേറ്റിംഗ് ഇൻ ടു യുവർ ഡെയിലി ലൈഫ്. കണ്ടോ, ഇപ്പോൾ വീണ്ടും നമ്മൾ എന്ത് പറയുന്നു, പതുക്കെ ഒരു ചേഞ്ചസ് കൊണ്ടുവരിക. അത് എവിടെയാണ് കൊണ്ടുവരേണ്ടത്? തങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. സോ എങ്ങനെ പറയുന്നു? ലെറ്റ്സ് ഡിസ്കസ് സം സിമ്പിൾ ചേഞ്ചസ് യു ക്യാൻ സ്റ്റാർട്ട് ഇൻകോപ്പറേറ്റിംഗ് ഇൻ ടു യുവർ ഡെയിലി ലൈഫ് എന്ന് പറയുമ്പോൾ ഇവിടെ ചിലപ്പം കുട്ടികൾക്കൊരു ടെൻഡൻസി ഉണ്ട്, യു ഷുഡ് ബ്രിങ് സം ചേഞ്ചസ്, you need to bring some changes, you must bring some changes, you have to bring some changes. കാരണം ഇത് മാൻഡേറ്ററി ആയിരിക്കും. ഡയബറ്റീസ് പേഷ്യൻറ്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവന്നാലേ he or she, the patient will be able to control the diabetes in a appropriate way. Yes, you are right, but it doesn't mean that you should be commanding to the patient ചെയ്തേ പറ്റൂ എന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ആ ഒരു പൊളൈറ്റ് വേ ഓഫ് സ്പീക്കിംഗ് ആണ് നമ്മുടെ OT സ്പീക്കിങ്ങിൽ പ്രിഫർ ചെയ്യുന്നത്, ടോണാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ അതിനാണ് ലെറ്റ്സ് ഡിസ്കസ് സം സിമ്പിൾ സ്റ്റെപ്സ് യു ക്യാൻ സ്റ്റാർട്ട് ഇൻകോപ്പറേറ്റിംഗ് ഇൻ ടു യുവർ ഡെയിലി ലൈഫ്. സോ ഹൗ പോസിറ്റീവ് ആയി നോക്കിക്കേ, സിമ്പിൾ സ്റ്റെപ്സ്, സിമ്പിൾ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ സോ ദിസ് ഈസ് ആക്ച്വലി ബ്രിങ്ങിങ് എ പോസിറ്റീവ് തോട്ട് ഇൻ ടു ദ പേഷ്യൻസ് മൈൻഡ് ആൻഡ് ഓൾസോ യു ആർ ഗിവിംഗ് ദ കോൺഫിഡൻസ് ദാറ്റ് ത്രൂ സിമ്പിൾ ചേഞ്ചസ് ഐ ക്യാൻ റിയലി കൺട്രോൾ മൈ ഡയബറ്റീസ് എന്നുള്ളൊരു കോൺഫിഡൻസുമാണ് പേഷ്യൻറ്റ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയാം? ലെറ്റ്സ് ഡിസ്കസ് സം സിമ്പിൾ ചേഞ്ചസ് യു ക്യാൻ സ്റ്റാർട്ട് ഇൻകോപ്പറേറ്റിംഗ് ഇൻ ടു യുവർ ഡെയിലി ലൈഫ്. വുഡ് യു ലൈക്ക് മീ ടു പ്രൊവൈഡ് യു വിത്ത് സം എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ടു ഹെൽപ്പ് യു ബെറ്റർ അണ്ടർസ്റ്റാൻഡ്? നമ്മൾ ലീഫ്ലെറ്റ് പറയും, ബ്രൗഷേഴ്സ് പറയും, in order to better understand about your diet, that is like diet pattern as well as about your exercise. So I'll be providing you with a leaflet which contains all the information regarding exercise and diet which you could include in your daily lifestyle എന്ന് പറയുമ്പോൾ അവിടെ അതാണ് ഈ എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് വേണ്ട, ലീഫ്ലെറ്റ് അല്ലെങ്കിൽ ബ്രൗഷർ എന്ന് പറഞ്ഞാലും ദറ്റ് വിൽ ഡു. ക്ലിയർ ആയോ? മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. Okay, if you have any clarification, please do let me know through comment box. Okay,
നെക്സ്റ്റ് നോക്കിക്കേ ഡിസ്കസിങ് ഫോളോ അപ്പ് കെയർ. സോ ആഫ്റ്റർ എവറിത്തിങ് ദാറ്റ് ഇസ് ലൈക്ക് പേഷ്യൻറ്റിന് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിന് ഒരു ഫോളോ അപ്പിന് വേണ്ടി പറയുമ്പോൾ എന്ത് ടൈപ്പ് ഓഫ് അപ്രോച്ചാണ് ഇവിടെ വേണ്ടത്? പ്രൊവൈഡ് ക്ലിയർ ഇൻസ്ട്രക്ഷൻ ഫോർ ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ്സ് ഓർ ടെസ്റ്റ്, ഓഫർ സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ് ഫോർ അഡ്ഹറിങ് ടു ദ കെയർ പ്ലാൻ. ഓക്കെ, സോ നമ്മൾ പറയുന്ന കെയർ പ്ലാൻ പേഷ്യൻ്റ് ചെയ്യുന്നതായിട്ടുള്ള എൻകറേജ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നതിനെ നമ്മൾ എൻകറേജ് ചെയ്യുന്നു, അതുപോലെ തന്നെ സപ്പോർട്ട് കൊടുക്കുന്നു. അതുപോലെ നമ്മൾ ഫോളോ അപ്പ് ആൻഡ് അപ്പോയിൻമെൻറ്റ്സിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ഇൻസ്ട്രക്ഷനും അവിടെ കൊടുക്കേണ്ടി വരും. ഈ അപ്രോച്ചാണ് നമ്മൾ പേഷ്യൻറ്റിനോട് കാണിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ബിഫോർ യു ലീവ് ടുഡേ, പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിരിക്കുന്നു, പേഷ്യൻ്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഈ കെയർ പ്ലാൻ ചെയ്യുന്നതിനുള്ള എൻകറേജ്മെൻറ്റ് താങ്കൾക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് റിയലി എ സിമ്പിൾ സ്റ്റെപ്സ്. ഐ വിൽ ഡെഫിനറ്റ്ലി സെൻഡ് യു എ പേഴ്സൺ. ഇഫ് യു ആർ നോട്ട് comfortable to do on your own, it is completely okay. We will send you a nurse who can just instruct you or to guide you with these steps. Are you okay to okay for that? അങ്ങനെയും ചോദിക്കാം. ടാസ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ടാസ്കിൽ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് പേഷ്യൻ്റ് ഡിസ്കംഫർട്ട് ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു നഴ്സിനെ പറഞ്ഞയക്കാം. ഓർ എ പർട്ടിക്കുലർ പേഴ്സൺ ഹു വുഡ് ബി ഡൂയിങ് ദിസ്. ഫിസിയോതെറപ്പിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും പേഷ്യൻറ്റിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഫിസിയോതെറപ്പി ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ആണെങ്കിൽ, കണ്ടീഷനിൽ വരുന്ന ഫിസിയോതെറപ്പി ആണെങ്കിൽ അത് ചെയ്യാനായിട്ട് അയക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം, ഓപ്ഷൻസ് കൊടുക്കാം. പ്രൊവൈഡഡ് ടാസ്കിൽ ഉണ്ടെങ്കിൽ മാത്രം മതി. എക്സ്ട്രാ ആയിട്ട് അഡീഷണൽ ആയിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ലെറ്റ്സ് ഡിസ്കസ് എ ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ് ടു ചെക്ക് ഓൺ യുവർ പ്രോഗ്രസ് ആൻഡ് ഡിസ്കസ് എനി കൺസേൺസ് യു മേ ഹാവ്. ഓക്കെ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റേ ഓൺ ട്രാക്ക് വിത്ത് യുവർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. ഹൗ ഡസ് നെക്സ്റ്റ് വീക്ക് ലുക്ക് ഫോർ യു എന്ന് വെച്ചാൽ, നെക്സ്റ്റ് വീക്ക് ഓക്കെ ആണോ, നിങ്ങൾക്ക് എന്തും തിരക്കൊന്നുമില്ലേ, നമുക്ക് അപ്പോയിൻമെൻറ്റ് അപ്പോൾ അവിടെ വെച്ചാലോ, അപ്പോയിൻമെൻറ്റ് നെക്സ്റ്റ് വീക്കിലേക്ക് മാറ്റിയാലോ, അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്താലോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ എന്താണ്, ബിഫോർ യു ലീവ് ടുഡേ ലെറ്റ്സ് സ്കെഡ്യൂൾ എ ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ് ടു ചെക്ക് ഓൺ യുവർ പ്രോഗ്രസ് ആൻഡ് ഡിസ്കസ് എനി കൺസേൺസ് യു മേ ഹാവ്. അതായത് താങ്കളുടെ പ്രോഗ്രസ് ചെക്ക് ചെയ്യാനായിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് നമുക്ക് ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാം. അതുപോലെ തന്നെ താങ്കളുടെ കൺസേൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റേ ഓൺ ട്രാക്ക് വിത്ത് യുവർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. അതായത് ട്രീറ്റ്മെൻറ്റ് പ്ലാനെ കുറിച്ച് പറഞ്ഞതെല്ലാം ഒരു ട്രാക്ക് എന്ന് വെച്ചാൽ താങ്കളും അതിനകത്ത് കോപ്പറേറ്റ് ചെയ്യുന്നു, താങ്കൾക്കും അതിനകത്ത് പൂർണ്ണ ഒരു ഹെൽപ്പ് സപ്പോർട്ട് തരാനായിട്ട് താല്പര്യം ഉണ്ടെന്നുള്ളതും കൂടി ഞങ്ങൾക്ക് അറിയണം. ഹൗ ഡസ് നെക്സ്റ്റ് വീക്ക് ലുക്ക് ഫോർ യു എന്ന് വെച്ചാൽ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് താങ്കൾക്ക് നെക്സ്റ്റ് വീക്ക് ഓക്കെ ആണോ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ ആണോ? വായിച്ചാൽ തന്നെ മനസ്സിലാവും. വെരി സിമ്പിൾ വേർഡ്സ്, സിമ്പിൾ സെൻറ്റൻസിലാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. സോ യുവർ അൾട്ടിമേറ്റ് എയിം ഇസ് ടു സ്പീക്ക് ടു ദ പേഷ്യൻറ്റ് ഇൻ എ വേ, ഇൻ എ സിമ്പിൾ ടേംസ് ലൈക്ക് ദ പേഷ്യൻറ്റ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് യുവർ വേർഡ്സ് ആൻഡ് ലാംഗ്വേജ്. ഓക്കെ, വിത്തൗട്ട് എനി ഡിഫിക്കൽട്ടി. ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കേ, ഹാൻഡ്ലിങ് ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ. ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കോൺവെർസേഷൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും നോക്കാം. റിമൈൻ കാം. അതായത് റിലക്റ്റൻറ്റ് പേഷ്യൻ്റ് ഒക്കെ വരുമ്പോൾ പേഷ്യൻ്റ് പറയുന്നത് യെസ് ഐ നീഡ് ദ ഡിസ്ചാർജ്, ബട്ട് ഇൻ ദ ടാസ്ക് ഇറ്റ് സേസ് ദറ്റ് ദ പേഷ്യൻറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു സ്റ്റേ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ 2 more days. ഓക്കെ, സോ ഇപ്പോൾ IV ഫ്ലൂയിഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, പേഷ്യൻറ്റിന് ഇപ്പോൾ എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. ആ ഒരു സമയത്ത് വീട്ടിൽ പോയാലും വിൽ നോട്ട് ബി ഏബിൾ ടു പ്രൊവൈഡ് ഹിം ദിസ് IV ഫ്ലൂയിഡ് അല്ലേ, ഓറലിലേക്ക് മാറ്റേണ്ടി വരും. ഓറൽ മെഡിക്കേഷനിലേക്ക് മാറ്റിയാലും ദറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി എഫക്റ്റീവ്. ഓറൽ മെഡിക്കേഷനിലേക്ക് മാറ്റിയാലും അത് എഫക്റ്റീവ് ആവാത്തതുകൊണ്ട് പേഷ്യൻറ്റിനെ ഒരു 2 ദിവസം കൂടി ആശുപത്രിയിൽ വെക്കുകയാണ്. എന്തുകൊണ്ടാണ്? IV ഫ്ലൂയിഡ് കൊടുക്കാനായിട്ടാണ്. പക്ഷേ പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്യണം. ഐ വോണ്ട് ദ ഡിസ്ചാർജ്, ഐ ഡോണ്ട് വോണ്ട് ഹിയർ, ഇറ്റ് ഈസ് വെരി അൺകംഫർട്ടബിൾ ഫോർ മീ. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ ഞാൻ ഇരിക്കുന്നത്, എനിക്ക് അത്രയും കംഫർട്ടബിൾ അല്ല, എന്നെ ഡിസ്ചാർജ് ചെയ്യൂ എന്ന് പറയുമ്പോൾ, സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ യു ബിക്കോസ് യു ആർ ഹിയർ ടു കൺവിൻസ് എ പേഷ്യൻറ്റ് ടു സ്റ്റേ ഫോർ 2 more days ആൻഡ് പേഷ്യൻറ്റ് ഇസ് നോട്ട് വില്ലിങ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അതാണ് ഇങ്ങനെ ഒരു സിനറിയോ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് പറയും? റിമൈൻ കാം ആൻഡ് കമ്പോസ്ഡ്, യൂസ് ആക്റ്റീവ് ലിസണിങ് ആൻഡ് എംപത്തി ടു അഡ്രസ് എ പേഷ്യൻസ് കൺസേൺ. പേഷ്യൻ്റ് എന്ത് പറയുന്നു അത് കേൾക്കുക, വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യരുത്. എല്ലാം മനസ്സിലാക്കിയിട്ട് അത് അക്നോളജ് ചെയ്താൽ മതി. ഓഫർ സപ്പോർട്ട് ആൻഡ് ഇൻവോൾവ് അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഇഫ് റിക്വയർഡ്. അത് വേണമെങ്കിൽ മതി, ടാസ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ എക്സാമ്പിൾ നോക്കിക്കേ. ഐ അണ്ടർസ്റ്റാൻഡ് ദിസ് ന്യൂസ് ഇസ് ഡിഫിക്കൽട്ട് ടു ഹിയർ ബട്ട് ഐ എം ഹിയർ ടു സപ്പോർട്ട് യു ഇൻ എനി വേ ഐ ക്യാൻ. Let's explore your options together and involve other members of the healthcare team to ensure you receive the best possible care. ഓക്കെ, പേഷ്യനോട് ഒരു കാര്യം പറയുകയാണ്, പേഷ്യൻ്റ് ചിലപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് അത് കേട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ എന്തു പറയുന്നു, പക്ഷേ ഞാനിവിടെ താങ്കൾക്ക് എല്ലാം ഏതൊരു ഘട്ടത്തിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ഉണ്ട്. ലെറ്റ്സ് എക്സ്പ്ലോർ യുവർ ഓപ്ഷൻസ് ടുഗദർ ആൻഡ് ഇൻവോൾവ് അതർ മെമ്പേഴ്സ് ഓഫ് ദ ഹെൽത്ത് കെയർ ടീം ടു എൻഷ്യൂർ യു റിസീവ് ദ ബെസ്റ്റ് പോസിബിൾ കെയർ.
നമുക്ക് ഇവിടെ എന്തൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് എന്നുള്ളതും, അതുപോലെ തന്നെ വേറെ ഹെൽത്ത് ഒഫീഷ്യൽസിനെ നമുക്കിവിടെ വേണമെങ്കിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. എന്തുകൊണ്ടാണ് താങ്കൾക്കൊരു പോസിബിൾ ബെസ്റ്റ് കെയർ കൊടുക്കാനായിട്ട് നമുക്കിവിടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം എന്നാണ് ഉറപ്പ് വരുത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ ഒരു പേഷ്യൻറ്റിനോട് പറയുമ്പോൾ ഞാനിവിടെ ഉണ്ട്, ഞാൻ താങ്കളുടെ കൂടെയുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം, പോസിബിൾ വേസ് ആൻഡ് മീൻസ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്ത് വിൽ ബി ഏബിൾ ടു ഗിവ് എ കൺക്ലൂഷൻ ഫോർ യു വിച്ച് വുഡ് ബി ഡെഫിനറ്റ്ലി ഓക്കെ ഫോർ യു ഓർ ഇറ്റ് വിൽ ബി അക്സെപ്റ്റബിൾ ഫോർ യു. താങ്കൾക്കും അക്സെപ്റ്റബിൾ ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഡിസ്കഷനിലേക്ക് നമുക്ക് പോകാം, അല്ലെങ്കിൽ ഡിസ്കഷൻ ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളൊരു ഉറപ്പ് വരുത്തുമ്പോൾ ഐ എം ഹിയർ വിത്ത് യു. ഓക്കെ, ഐ എം ഹിയർ ടു സപ്പോർട്ട് യു ഇൻ എനി വേ ഐ ക്യാൻ. എന്ത് തരത്തിലും എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് താങ്കൾക്ക് തരാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തരാം. ലെറ്റ്സ് എക്സ്പ്ലോർ യുവർ ഓപ്ഷൻസ് ടുഗദർ. താങ്കൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇതൊന്ന് ഓവർകം ചെയ്യാൻ, അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇനി വേണമെങ്കിൽ വേറെ ഹെൽത്ത് കെയർ ഒഫീഷ്യൽസിനെയും ഇൻവോൾവ് ചെയ്യാം ടു എൻഷ്യൂർ യു റിസീവ് ദ ബെസ്റ്റ് പോസിബിൾ. പ്രോബബ്ലി ഇനി നമ്മളോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റോ നോക്കിയിട്ടും കാര്യമില്ല, യു മൈറ്റ് നീഡ് ദ ഹെൽപ്പ് ഫ്രം ദ അതർ ഡിപ്പാർട്ട്മെൻറ്റ്. സോ യു ആർ ടെലിംഗ് ദ പേഷ്യൻറ്റ് ദറ്റ് യെസ് ഐ വിൽ ബി ensuring that if you want to extend the help, okay, we'll be getting the help from the other healthcare team to ensure you receive the best possible care. Okay, മനസ്സിലാവുന്നുണ്ടല്ലോ? Yeah, this is where the scenario goes like handling difficult conversation. Next നോക്കിക്കേ, discussing end of life care preferences. സോ ഒരു എൻഡ് ഓഫ് ലൈഫ് കെയർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പേഷ്യൻ്റിന് ഒരു ലൈഫ് ആ ഒരു തരത്തിൽ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്ന ഒരു ടൈമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു സിനാരിയോ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? സോ വാട്ട് ഈസ് അപ്രോച്ച് ദ കോൺവെർസേഷൻ വിത്ത് സെൻസിറ്റിവിറ്റി ആൻഡ് എംപത്തി. അത്രയും സെൻസിറ്റീവായിട്ട് ഇപ്പോൾ പറയുന്ന ഓരോ കാര്യം വളരെ സെൻസിറ്റീവായിട്ട് വേണം പറയാൻ. എംപത്തി ഉണ്ടാവണം. എൻകറേജ് ദ പേഷ്യൻറ്റ് ടു എക്സ്പ്രസ് ദ വിഷസ് ആൻഡ് കൺസേൺ. എന്തെങ്കിലും പേഷ്യൻ്റ് വിഷസ് ഉണ്ടെങ്കിലോ കൺസേൺ ഉണ്ടെങ്കിലോ പറയാനായിട്ട് താങ്കൾ പ്രോത്സാഹിപ്പിക്കുക. ഓഫർ സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഡിസിഷൻ മേക്കിങ്ങിൽ ഇപ്പോൾ പേഷ്യൻ്റ് എന്ത് പറഞ്ഞാലും ആ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു ഗൈഡൻസോ സപ്പോർട്ടോ താങ്കൾ കൊടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ us to talk about your preferences for end of life care so we can ensure your wishes are respected. ഇപ്പോൾ ഇനി പേഷ്യൻ്റ് ഇനി എന്ത് കൊടുത്താലും പേഷ്യൻ്റ് ലാസ്റ്റ് ഒരു സ്റ്റേജിലേക്ക് എത്തിയെന്ന് അറിയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? It is important for us to talk about your preferences for end of life care so we can ensure your wishes. താങ്കൾക്ക് എന്തെങ്കിലും വിഷോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താങ്കളത് പറയാം. ഞങ്ങളത് തീർത്തും ഒരു റെസ്പെക്ട്ഫുൾ ഫെയിൽ ആയിരിക്കും അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ടേക്ക് യുവർ ടൈം ആൻഡ് നോ ദറ്റ് ഐ എം ഹിയർ ടു സപ്പോർട്ട് യു എവറി സ്റ്റെപ്പ് ഓഫ് ദ വേ. താങ്കൾ അതിന് വേണ്ടി ടൈം എടുത്തോളൂ, ഡിസൈഡ് ചെയ്തോളൂ. ഞാനിവിടെയുണ്ട്, താങ്കളുടെ എല്ലാം ഓരോ സ്റ്റെപ്പിലും താങ്കളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ഉണ്ട്. അതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു എംപത്തറ്റിക് അപ്രോച്ച്. ഐ എം ഹിയർ ടു സപ്പോർട്ട് യു. വുഡ് യു ലൈക്ക് ടു ഡിസ്കസ് എനി സ്പെസിഫിക് കൺസേൺ ഓൺ ഡിസിഷൻ. അപ്പോൾ എന്തെങ്കിലും ഒരു ടാസ്ക് നമ്മളൊരു കണ്ടീഷൻ സംസാരിച്ച് അവസാനം ഇതൊരു പ്രിഫറൻസിലേക്ക് എത്തുക, പേഷ്യൻ്റ് ഇനി എന്താണ് പ്രിഫറൻസ് ഉള്ളതെന്നൊക്കെ ഉള്ള ഒരു ടാസ്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വാട്ട് ആർ ദ വേർഡ്സ് വി യൂസ്, ഹൗ ടു കൺവിൻസ്. നമ്മൾ ചിലപ്പോൾ ഈ കൺവിൻസ് എൻഡ് ഓഫ് ലൈഫിലേക്ക് പേഷ്യൻ്റ് വന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര നമുക്കൊരു നെർവസ്നെസ് ആണ്. എങ്ങനെ പറയാം, എന്തൊക്കെ വേർഡ്സ് യൂസ് ചെയ്യാം? വിൽ ദ പേഷ്യൻറ്റ് ബി കൺവിൻസ് വിത്ത് വാട്ട് ഐ സേ? ഞാൻ പറയുന്നതിൽ കൺവിൻസ് ആകുമോ? ഇനി ഞാൻ എന്തെങ്കിലും വളരെ സൂത്തിങ് ആയിട്ട് പറയണമെങ്കിൽ എന്ത് വേർഡ്സ് ആയിരിക്കും? അപ്പോൾ വൊക്കാബുലറി ചോയ്സ്, വേർഡ് ചോയ്സ് അവിടെ വലിയൊരു പ്രശ്നമായിട്ട് വരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഈ രീതിയിൽ വളരെ സോഫ്റ്റായിട്ടും പൊളൈറ്റായിട്ടും പറയാം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ us to talk about your preferences for end of life care. We can ensure your wishes are respected. Take your time and know that I'm here to support you in every step of your way. Would you like to discuss any specific concerns or decisions? Okay. Next, providing emotional support ടു എ ഗ്രീവിങ് പേഷ്യൻറ്റ്. പേഷ്യൻറ്റ് ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, വളരെ അടുത്ത് സ്നേഹിക്കുന്ന ഒരാൾ. വെൻ ദ പേഷ്യൻറ്റ് ലൂസസ് സമ്മൺ ഹൂം ദ പേഷ്യൻറ്റ് ലവ്സ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു എമോഷണൽ സപ്പോർട്ട് കൊടുക്കുക? അപ്പോൾ അപ്രോച്ച് നോക്കിക്കേ, ഓഫർ എ ലിസണിങ് ഇയർ. എപ്പോഴും നമ്മൾ സൊല്യൂഷനെക്കാട്ടിലും യു ഓൾവേസ് ഷുഡ് ലിസൺ. അതാണ് നമുക്ക് വേണ്ടത്. മോസ്റ്റ് ഓഫ് ദ പേഷ്യൻറ്റ് ഹു ഇസ് ആക്ച്വലി ഗ്രീവിങ് ദേ റിയലി ഡോണ്ട് വാണ്ട് എ സൊല്യൂഷൻ ബട്ട് ദേ ജസ്റ്റ് വാണ്ട് സമ്മൺ ടു ലിസൺ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഓഫർ ലിസണിങ് ഇയർ, പൂർണ്ണമായും നിങ്ങൾ ലിസൺ ചെയ്യുന്നു. ഐ എം ഹിയർ ടു ലിസൺ എന്നുള്ളതാണ് അവിടെ ഉറപ്പ് വരുത്തേണ്ടത്. ആൻഡ് എംപത്തറ്റിക് സപ്പോർട്ട്, വാലിഡേറ്റ് ദ പേഷ്യൻസ് ഫീലിംഗ് ആൻഡ് പ്രൊവൈഡ് റീഅഷുറൻസ്. പേഷ്യൻ്റെ ഫീലിങ്ങിനെ വാലിഡേറ്റ് ചെയ്യുക. യെസ്, ഐ റിയലി അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് നോട്ട് എ ഈസി തിങ് ടു ഗോ ത്രൂ ദിസ് ബട്ട് യു വിൽ ബി ഏബിൾ ടു ഗോ ത്രൂ ദിസ് ഡെഫിനറ്റ്ലി. ഐ എം ഷുവർ അബൌട്ട് ഇറ്റ് എന്നുള്ളത് പറയാൻ. പ്രൊവൈഡ് റീഅഷുറൻസ്.
ഓഫർ റിസോഴ്സസ് ഫോർ അഡീഷണൽ സപ്പോർട്ട് ഇഫ് നീഡഡ്. അതായത് പേഷ്യൻ്റ് ഇനി ഒരു തിരിച്ചു വരവ്, അതായത് ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വരാൻ പേഷ്യൻ്റ് തീർച്ചയായിട്ടും എന്തെങ്കിലും അഡീഷണൽ സപ്പോർട്ട് വേണമെങ്കിൽ, ഒരു തെറപ്പി സെഷനൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതും സപ്പോർട്ട് കൊടുക്കാം. ബിക്കോസ് ഈവൻ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാലും ഇറ്റ് വുഡ് നോട്ട് ബി എ വെരി ഗുഡ് ഐഡിയ ഫോർ ദ പേഷ്യൻ്റ് അല്ലേ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ എങ്ങനെ പറയാം? ഐ എം സോറി ഫോർ യുവർ ലോസ്. ലൂസിങ് എ ലൗഡ് വൺ ഇസ് ഇൻക്രെഡിബ്ലി ഡിഫിക്കൽട്ട്. ഇതാണ് വാലിഡേറ്റ് ദ പേഷ്യൻസ് ഫീലിംഗ് എന്ന് പറയും. ഇതാണ് അവിടെ ചെയ്യേണ്ടത്. ലൂസിങ് എ ലൗഡ് വൺ ഈസ് ഇൻക്രെഡിബ്ലി ഡിഫിക്കൽട്ട് ആൻഡ് ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ഓവർവെൽംഡ്. ഇവിടെ എക്സ്ട്രീംലി എമോഷണൽ ആവുന്നത് ഓക്കെയാണ്, തെറ്റല്ല. ഐ എം ഹിയർ ടു ലിസൺ ആൻഡ് സപ്പോർട്ട് യു ത്രൂ ദിസ് ചാലഞ്ചിങ് ടൈം. ഇവിടെ ഞാനുണ്ട്. ഇവിടെ കണ്ടോ ഈ എംപത്തറ്റിക് ഫ്രേസ് ഒന്ന് നോക്കിക്കേ. ഐ എം ഹിയർ ടു ലിസൺ ആൻഡ് സപ്പോർട്ട് യു ത്രൂ ദിസ് ചാലഞ്ചിങ് ടൈം. വുഡ് യു ലൈക്ക് ടു ടോക്ക് അബൌട്ട് യുവർ മെമ്മറീസ് ഓഫ് യുവർ ലൗഡ് വൺ ഓർ ഇസ് ദർ എനിത്തിങ് എൽസ് ഓൺ യുവർ മൈൻഡ്? ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും അപ്രോച്ചായിട്ട് നമുക്കൊരു ടാസ്ക് വരുന്നു. പേഷ്യൻ്റ് വളരെ ഡിപ്രസ് ആയിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെന്നുള്ളൊരു ടാസ്ക് മാത്രമേ ഉള്ളൂ. സോ ടാക്കിൾ ദ പേഷ്യൻ്റ് ഓർ ഹാൻഡിൽ ദ പേഷ്യൻ്റ് അക്കോർഡിംഗ്ലി എന്ന് പറയും. നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും സൂത്തിങ് വേർഡ്സ് പറയാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റാണ്. നോക്കിക്കേ, വേസ്റ്റ് ടു അപ്രോച്ച് സിനാരിയോ. അതിൽ നമ്മുടെ ലാസ്റ്റ് വൺ എഡ്യൂക്കേറ്റിംഗ് ഓൺ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ. പേഷ്യൻ്റ് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു, ഇപ്പോൾ നമ്മളൊരു പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അപ്രോച്ച്? പ്രൊവൈഡ് ക്ലിയർ ഇൻസ്ട്രക്ഷൻ ഫോർ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ including wound care, medication management and signs of complications, encourage questions or offer support. ഇതൊക്കെയാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. എന്തൊക്കെയാണ്? ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിൻ്റെ. അതുപോലെ തന്നെ അത് ഇൻക്ലൂഡ് എന്തൊക്കെയാണ് ഈ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്? wound care ഉണ്ടാവും, മെഡിക്കേഷൻ മാനേജ്മെൻറ്റ് ഉണ്ടാവും, ആൻഡ് സൈൻസ് ഓഫ് കോംപ്ലിക്കേഷൻ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും പറയുക. എൻകറേജ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓഫർ സപ്പോർട്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ആഫ്റ്റർ യുവർ സർജറി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഫോളോ ദീസ് ഇൻസ്ട്രക്ഷൻസ് ഫോർ എ സ്മൂത്ത് റിക്കവറി. ലെറ്റ്സ് ഗോ ഓവർ ഹൗ ടു കെയർ ഫോർ യുവർ ഇൻസിഷൻ. അതായത് ഈ ഒരു ഓപ്പറേഷൻ ചെയ്ത സൈറ്റ് തന്നെയാണ് ഇൻസിഷൻ എന്ന് പറയുന്നത്. വെൻ ടു ടേക്ക് യുവർ മെഡിക്കേഷൻസ് ആൻഡ് വാട്ട് സിംറ്റംസ് ടു വാച്ച് ഔട്ട് ഫോർ. ഈ മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്ട്സോ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വാച്ച് ഔട്ട്, യു ഷുഡ് ചെക്ക് ഫോർ ഇറ്റ്. ഡു യു ഹാവ് എനി കൺസേൺസ് ഓർ ക്വസ്റ്റ്യൻസ് അബൌട്ട് യുവർ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ? മനസ്സിലായോ എങ്ങനെ പറയണ്ടേ? ആഫ്റ്റർ യുവർ സർജറി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഫോളോ ദീസ് ഇൻസ്ട്രക്ഷൻസ് ഫോർ എ സ്മൂത്ത് റിക്കവറി. ലെറ്റ്സ് ഗോ ഓവർ ഹൗ ടു കെയർ ഫോർ യുവർ ഇൻസിഷൻ. നമ്മുടെ ടാസ്കിൽ കൊടുത്തിട്ടുണ്ടാവും എങ്ങനെയൊക്കെയാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻസ്ട്രക്ഷൻസ്, അത് നമ്മൾ അങ്ങ് പറഞ്ഞാൽ മതി. വെൻ ടു ടേക്ക് യുവർ മെഡിക്കേഷൻ ആൻഡ് വാട്ട് സിംറ്റംസ് ടു വാച്ച് ഔട്ട് ഫോർ. കണ്ടോ, ഈ സിംറ്റംസ് എന്തെങ്കിലും വരുമെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യാം. വാട്ട് സിംറ്റംസ് ടു വാച്ച് ഔട്ട് ഫോർ. എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാകും, അതിനെ എങ്ങനെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ഞങ്ങളോട് പറയുക എന്നുള്ളതാണ് വാച്ച് ഔട്ട് ഫോർ. സിംറ്റംസ് ടു വാച്ച് ഔട്ട് ഫോർ. ഡു യു ഹാവ് എനി കൺസേൺസ് ഓർ ക്വസ്റ്റ്യൻസ് അബൌട്ട് യുവർ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എന്ന് ചോദിക്കാം. ഓക്കെ, മനസ്സിലായെന്ന് തോന്നുന്നു. സോ വിത്ത് ദിസ് ഐ എം ജസ്റ്റ് വൈൻഡിങ് അപ്പ് മൈ സെഷൻ. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. നമ്മളപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നോക്കി, പിന്നെ പ്രൊവൈഡിങ് എമോഷണൽ സപ്പോർട്ട് ടു എ ഗ്രീവിംഗ് പേഷ്യൻറ്റ് ആൻഡ് ഡിസ്കസിങ് എൻഡ് ഓഫ് ലൈഫ് കെയർ പ്രിഫറൻസസ്, ഹാൻഡ്ലിംഗ് ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ, ഡിസ്കസിങ് ഫോളോ അപ്പ് കെയർ, എഡ്യൂക്കേറ്റിംഗ് ഓൺ lifestyle changes, addressing concerns or anxiety, explaining a diagnosis, giving instructions for medication. ഇതൊക്കെ രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ എവറി ടൈം വെൻ യു ഗെറ്റ് എ സിനാരിയോ, ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ടാസ്ക് നോക്കി മനസ്സിലാക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് അപ്രോച്ചാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി എഫക്റ്റീവ്. സോ നമുക്കൊരു 450 സ്പീക്കിങ്ങിൽ എടുക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റും. സോ ജസ്റ്റ് ലുക്ക് ആഫ്റ്റർ ദീസ് ടിപ്സ് വാട്ട് ഐ എം ടെലിങ് യു. ഈ ലൈവ് സെഷനിൽ നമ്മൾ ട്യൂട്ടേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾ കാര്യമായിട്ട് എടുത്ത് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ തന്നെ ഇറ്റ്സ് മോർ ദൻ എനഫ്. ഓക്കെ, so with this I'm winding up my session. Thank you so much for joining and giving me that support. Okay, so take care. Next live session ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ടോപ്പിക് ആയിട്ട് വരാം, സ്പീക്കിംഗ് ടോപ്പിക് ആയിട്ട് വരാം. സോ ദറ്റ് ഇറ്റ് വുഡ് ബി വെരി യൂസ്ഫുൾ ഫോർ യു. ആൻഡ് വെനെവർ യു പ്രാക്ടീസ്, അത് തീർത്തും നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെയും നിങ്ങൾക്ക് ഈ ടിപ്സ് ഫോളോ ചെയ്യാനായിട്ടും യൂസ്ഫുൾ ആയിട്ട് തോന്നാനായിട്ടുമുള്ള കാര്യങ്ങളായിരിക്കും നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ആൻഡ് ടേക്ക് കെയർ. വിൽ മീറ്റ് ഇൻ നെക്സ്റ്റ് ലൈവ് സെഷൻ. താങ്ക് യു സോ മച്ച്.